ആ ഇല്ല, രണ്ടുപേര് കയറണം. ആ ആ ശരി എന്നാ. And the second day starts. Good morning internet. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ദിവസത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. സൂര്യചേട്ടനുണ്ട്, ഞാനുണ്ട്. ഇപ്പോൾ എറണാകുളത്തുനിന്ന് ആഷ്ലിനും ജോയിൻ ചെയ്യും. ഇന്ന് തിരുവനന്തപുരത്തേക്ക് എത്തണം. 250 കിലോമീറ്റർ സംതിങ്ങേ ഉള്ളൂ. സോ 5 hours പ്രതീക്ഷ. ഹൈവേയിൽ കയറിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ കഴിഞ്ഞു എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. സോ നമ്മൾ ലുലു മാളിൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടെ ആഷ്ലിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ആഷ്ലിൻ പോസ്റ്റ് വന്ന്. ഞാനിപ്പോൾ എന്താണേലും ആഷ്ലിൻ വരാൻ വെയിറ്റ് ചെയ്യുന്നില്ല. ആഷ്ലിൻ എന്തായാലും ലേറ്റ് ആവുമല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആലപ്പുഴയിൽ എബിഷലുണ്ട്, എബിഷലിനെ കാണാൻ വേണ്ടി പോകും. അവൻ കലവൂർ വരാമെന്ന് പറഞ്ഞു അവൻ്റെ വീടിൻ്റെ അടുത്ത്. സോ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യും. സൂര്യചേട്ടൻ ആഷ്ലിനെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വരും. നമ്മളിപ്പോൾ ആലപ്പുഴ ചേർത്തല കഴിഞ്ഞു. എന്തും തിന്നും. ഓ നല്ല താറാവ്, നല്ല ഞണ്ട്. ഇവിടെയാണോ? ഇതാണോ? അങ്ങനെ ആലപ്പുഴ ഷാപ്പിലെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് തിരിക്കുകയാണ്. ഇനി 150 കിലോമീറ്ററും കൂടി ഉണ്ട്. അടുത്ത സ്റ്റോപ്പ് കൊട്ടാരക്കര. സോ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് 1 മണിക്കൂറായി. വെയിൽ കാരണം ഒട്ടും പറ്റണില്ല. ആകെ മടുത്ത്, എല്ലാവരും അടുത്ത്. സൂര്യചേട്ടനും ഞങ്ങളും എല്ലാവരും അടുത്ത്. അപ്പം അതിലൊരു കുറച്ച് വെള്ളം കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. സ്ട്രെയിറ്റ് റോഡാണ്, അത് കാരണം വലിയ സീനൊന്നുമില്ല. പക്ഷേ വെയിൽ കാരണം വണ്ടിയും ചെറുതായിട്ട് മടുക്കുന്നു, നമ്മളും മടുക്കുന്നു. ഇടയിൽ വന്ന് ഒരു ചെറിയ ജ്യൂസ് കുടിക്കാൻ നിർത്താം. ഒരു ചെറിയ കൂൾ ഡ്രിങ്ക്സ് ബ്രേക്കിന് ശേഷം വീണ്ടും യാത്ര തുടരുകയാണ്. ഭയങ്കര വെയിൽ, ഒട്ടും പറ്റണില്ല. ആകെ സീനായിട്ടിരിക്കുക. ഇനി 90 കിലോമീറ്ററിനടുത്ത് പോകാനുണ്ട്. അപ്പം നമ്മൾ കൊട്ടാരക്കര എത്തിയിട്ടുണ്ട്. ഇനിയും കുറേ ദൂരം പോകാണ്ട് 70 കിലോമീറ്റർ കണ്ട് പോകാനുണ്ട്. ഇതാണ് നമ്മുടെ ജടായുപ്പാറേൻ്റെ സ്ഥലം. അവിടെ മുകളിലാണ് ജടായുപ്പാറ. കാണാൻ പറ്റത്തിട്ടോ തെരഞ്ഞൂടാ. അതാണ്, അതാ ജടായുവിൻ്റെ തല, ജടായുപ്പാറ. നോക്ക്, ആണോ? ശ്രദ്ധിച്ചില്ല ഞാൻ. അതാണോ? ഒരു ബോർഡുണ്ട്.
മീൻമുട്ടി വെള്ളച്ചാട്ടം. ഇനി ഈ വഴിക്കാണ് പോകേണ്ടത്. പോകുന്ന വഴിക്ക് മീൻമുട്ടി വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, നോക്കാം. ആശ്ലേ, ഇനി എത്ര ദൂരമുണ്ട്? എത്ര? 23. 23 കിലോമീറ്റർ ഇനി. നമ്മളിപ്പോൾ പോകുന്നത് സന്ദീപേട്ടൻ്റെ വീട്ടിലേക്കാണ്. സന്ദീപേട്ടൻ്റെ കല്യാണത്തിനാണ് നമ്മൾ അവിടെ നിന്ന് ഇവിടം വരെ വന്നത് തന്നെ. എന്തായാലും നമുക്ക് കുറച്ച് സമയം എടുത്തു, 5 മണിക്കൂർ കൊണ്ട് എത്തുമെന്ന് വിചാരിച്ചു. പക്ഷേ വെയിലൊക്കെ കാരണം കുറച്ച് സമയം എടുത്തു. സന്ദീപേട്ടൻ്റെ വീടെത്താറായി. ഇവിടുത്തെ വഴി എന്തായാലും അടിപൊളി വഴിയാണ്. നമ്മൾ ആ മീൻമുട്ടീൻ്റെ അങ്ങോട്ടേക്ക് തിരിഞ്ഞപ്പോൾ തൊട്ട് നല്ല വഴിയാണ്. സന്ദീപേട്ടൻ്റെ വീടെത്താറായി. അടുത്ത ജംഗ്ഷനിൽ നിന്ന് കുറച്ചും കൂടി ലൊക്കേഷൻ കഴിഞ്ഞെന്നാ അങ്ങനെ പറയരുത്. എവിടെയാ? അതാണ് സന്ദീപേട്ടൻ. പിന്നീട് വെയിലുണ്ടപ്പോ ആലോചിച്ച് അവിടെ കാണിക്കണ്ടേ ഈ ചടങ്ങെല്ലാം അവനറിയാം. ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ ഊരി മാറ്റും. ഇതൊക്കെ അതിൻ്റെ ബുള്ളറ്റ് ഇരിക്കണം, 3 കഴിച്ചിരിക്കണം. കൂട്ടുകാരുടെ കൂട്ടത്തിൽ ആ ബ്രേസ് ഇട്ടുള്ള പയ്യനാണ് പയ്യൻ എന്ന് കാണിച്ചെടുക്കാൻ വേണ്ടി. ഇത് റെക്കോർഡിംഗ് ആണ്. അതെ, ഫുള്ളപ്പോൾ വ്ളോഗ് ചെയ്യുമല്ലേ, പൊളി. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂർജേട്ടൻ വെടിയും പോകെയായിരുന്നു, ഇങ്ങനെ പൂ എങ്ങനെ എത്തിയെന്ന് എനിക്ക് മനസ്സിലാവണല്ലോ. നിങ്ങളിങ്ങനെ കറക്റ്റ് വഴി തെറ്റാനുള്ള വഴിയായിരുന്നു. അതെ.